Good evening, all. Okay, before I begin, let me ask you a simple question. How many of you have checked your social media apps like Instagram or Facebook first thing in the morning? ഓക്കെ ആദ്യം തന്നെ കൈവയ്ക്കല്ലോ ഇത്രയും പേരേ ഉള്ളൂ ഓക്കെ ഇനിയും പോരട്ടെ സോ ഓൾമോസ്റ്റ് 90%, right? Why did you check that? Is that your life priority? Entire day ladano priority? Or why did you check that? To see the notifications, right? To see how many people liked your photos, how many people have watched your stories. To check others' feeds, right? Comparison. ആരൊക്കെ എന്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. So we all know that we live in a world where one notification can make our entire day, can make us happy also. And one negative comment can spoil your confidence, right? And one comment, one praising comment from a stranger is more important than your own self-respect. Okay. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു തുടങ്ങാം. Before I came into movies, my life was totally different. Actually ഭയങ്കര ബോറിംഗ് ആയിരുന്നു എന്ന് തന്നെ പറയാം. Because it was so mechanical. രാവിലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇതല്ലാണ്ട് വേറെ ഒന്നും നടക്കുന്നില്ല. ഇറ്റ് വാസ് കംപ്ലീറ്റ് ലൂപ്പ്. അപ്പം അതിലും ഡിഫറെൻ്റ് ആയിട്ട് ജീവിക്കാമെന്ന് എനിക്ക് അറിയത്തുമില്ല. ഐ വാസ് നോട്ട് അവെയർ. ബട്ട് വെൻ ഐ കെയിം ഇൻ ടു മൂവീസ്, I started to know a different world, different kinds of people, different kinds of stories. മൊത്തത്തിലൊരു അൺസർട്ടനിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയായിരുന്നു. കാരണം മൂവി വേൾഡ് ഇസ് വെരി അൺസർട്ടൻ, വെരി അൺപ്രഡിക്റ്റബിൾ. ഇന്ന് നടക്കുന്ന എല്ലാവർക്കും നാളെ നടക്കുന്നത്. സോ ലൈഫിനൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കിട്ടി തുടങ്ങി. ആ എക്സൈറ്റ്മെൻറ്റ് പയ്യെ കൂടി ഒരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് മാറി. അറ്റാച്ച്മെൻറ്റിനെക്കാട്ടും കൂടുതൽ ഒരു ഓവർ അറ്റാച്ച്മെൻ്റ് ആയി തുടങ്ങി മൂവീസിനോട്. അത് പിന്നെയും കൂടി ഒരു അഡിക്ഷനിലേക്കായി മാറി. അഡിക്ഷൻ എന്ന് ഞാൻ പറയാൻ കാരണം, എൻ്റെ ലൈഫിലെ എന്തെങ്കിലും ഒരു ഡെസിഷൻ എടുക്കണമെങ്കിൽ പോലും ഞാൻ ആദ്യമേ ചിന്തിക്കും, ഓക്കെ അടുത്ത ആഴ്ച ഈ ഒരു മൂവിന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഷൂട്ട് എന്നായിരിക്കും നടക്കുക, അപ്പോൾ അത് അടുത്ത മാസമായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ലൈഫിലെ പല കാര്യങ്ങളും ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങി. വെൻ ഡു വി സാക്രിഫൈസ് ലൈക്ക് ദിസ്? കാരണം നമുക്ക് ലൈഫിൽ പ്രയോറിറ്റി ആയിട്ട് ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ എൻറ്റയർ ലൈഫ് പ്രയോറിറ്റി അതിലേക്ക് മാറി. ആൻഡ് ഐ വാസ് ഹാപ്പി ഓൾസോ. ലൈക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്തു തുടങ്ങുന്നു. മറ്റേത് ജോലി മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എന്തൊക്കെയോ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങുന്നു, എന്തൊക്കെയോ അറ്റൈൻ ചെയ്യുന്നു. ഒരു സക്സസ് ലെവലൊക്കെ നമ്മൾക്കിങ്ങനെ ഒരു മൊമെൻ്റ് ഒക്കെ തോന്നി തുടങ്ങില്ലേ, അങ്ങനെ. ആൻഡ് മൈ ജേർണി ഓൾസോ വാസ് ഈസി. കാരണം സിനിമയിലേക്ക് വന്നു, ആദ്യത്തെ മൂവി ചെയ്തു, രണ്ടാമത്തെ മൂവി അപ്പം തന്നെ കിട്ടുന്നു, മൂന്നാമത്തെ മൂവിയിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബാക്ക് ടു ബാക്ക് മൂവീസാണ്. അങ്ങനെ ഞാനൊരു സ്പോർട്സ് മൂവിയിൽ എന്നെ കാസ്റ്റ് ചെയ്തു. അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ടായിരുന്നു. ലൈക്ക് ലിമിറ്റഡ് ടൈം ആയിരുന്നു, 3-4 months ഐ തിങ്ക്. അതിനകത്ത് തന്നെ ഒരുപാട് വെയിറ്റ് ലോസ് ചെയ്യണം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ടു ഗെറ്റ് മസ്കുലർ. അപ്പം സ്പോർട്സ് മൂവി അല്ലേ, അതുകൊണ്ട് അതിൽ അഡിക്റ്റഡ് ആയിട്ട് ഞാൻ 3 to 4 hours ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു തുടങ്ങി, ഡയറ്റ് നോക്കാൻ തുടങ്ങി. അങ്ങനെ ഫുൾ ലൈഫ് പിന്നെ അങ്ങോട്ടായി. ഓരോ മൂവി വരുമ്പോഴും ലൈഫ് ഫുൾ അങ്ങോട്ടാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഐ ഗോട്ട് ഇൻജേർഡ്. എൻ്റെ കാല് അക്വിലീസ് ടെൻഡൻ, കുതുകാലെന്ന് പറയും, അത് ഒടിഞ്ഞുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം. ആൻഡ് ഐ വാസ് ഷോക്ക്ഡ്. കാരണം എനിക്ക് ഷൂട്ടുണ്ട്, സ്പോർട്സ് മൂവിയാണ്, ഓടിയലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഹെൽത്ത് പോലും കൺസേൺ ചെയ്യാണ്ട് ഐ വാസ് ആസ്കിങ് ദ ഡോക്ടർ, ഇത് മാറ്റി വെക്കാൻ പറ്റുമോ, എന്തെങ്കിലും നിവൃത്തിയുണ്ടോ, അല്ലെങ്കിൽ ഇത് എത്ര നാൾ പ്ലാസ്റ്റർ ഇട്ട് കിടക്കേണ്ടി വരും, ഓൾ ദീസ് തിങ്സ്. വൈ? ബിക്കോസ് മൈ ഹെൽത്ത് വാസ് നോട്ട് മൈ പ്രയോറിറ്റി അറ്റ് ദാറ്റ് ടൈം. ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, പക്ഷെ എൻ്റെ പ്രയോറിറ്റി വാസ് മൂവീസ്. ആൻഡ് അങ്ങനെ സർജറി ഒക്കെ നടന്നു. ആഫ്റ്റർ ദാറ്റ് ഐ കെയിം ഹോം. ഒരു ഫ്യൂ വീക്സ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഫ്യൂ വീക്സിനകത്ത് ഐ എം കമ്മിങ് ടു നോ ദാറ്റ് ഐ എം റീപ്ലേസ് ഫ്രം ദാറ്റ് മൂവി. അതും ഞാനൊരു തേർഡ് പാർട്ടി വഴിയാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ റീപ്ലേസ് ആയി. ആൻഡ് ദാറ്റ് വാസ് എ ഷോക്ക് ഫോർ മീ. ആക്ച്വലി ഇറ്റ് ഹിറ്റ് മീ ഹാർഡ്. കാരണം ഞാൻ അത് നേരിട്ട് അറിഞ്ഞത് പോലുമില്ല. ആൻഡ് ഐ വാസ് ലൈക്ക് എൻ്റെ ഹെൽത്തൊക്കെ പോയത് അതിന് വേണ്ടിയാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ കുറേ വിഷമിച്ചു.
ആൻഡ് ആഫ്റ്റർ ദാറ്റ് കോംപ്ലിക്കേഷൻസ് കുറച്ചുണ്ടായി, കുറച്ച് നെർവസ് ഇഷ്യൂസ് ഒക്കെ വന്നു സർജറിയുടെ. അപ്പം 8 months ഐ വാസ് അറ്റ് ഹോം ഡൂയിങ് നത്തിങ്. അവിടുന്ന് ഐ വാസ്, ആസ് യു ടോൾഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ, ലൈക്ക് സിംഗപ്പൂരിൽ നിന്ന് ജോലിയൊക്കെ കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് മൂവീസ് ചെയ്തു തുടങ്ങി. എന്നിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. ആ 8 മാസം ഒന്നും ചെയ്യാനില്ല. മൈ എൻറ്റയർ ലൈഫ് കൊളാപ്സ്ഡ്. അപ്പൊ എനിക്ക് മനസ്സിലായി, മൂവി ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇല്ല, തീർന്നു അവിടെ. അപ്പം ആൻഡ് ദാറ്റ് വാസ് മൈ സെൽഫ് റിയലൈസേഷൻ ഫേസ്. സോ ഫസ്റ്റ് ബിഫോർ മൂവീസ് വാസ് മൈ കംഫർട്ട് സ്പേസ്, കംഫർട്ട് സോൺ ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും ജീവിതത്തിൽ ചെയ്യാനില്ല, ജീവിച്ചു പോവുക. രണ്ടാമത്തത് വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, സക്സസ്ഫുൾ ഫേസ്. ആൻഡ് തേർഡ് വാസ് ദ സെൽഫ് റിയലൈസേഷൻ ഫേസ്. അവിടെ in between, somewhere behind my all these chases and all, I started to ask myself, whom I am trying to impress. Ipo social media യുടെ കാര്യം ചോദിച്ച പോലെ, whom are we trying to impress? അല്ലേ? In this journey I was losing myself. More than losing, I should say that I was abandoning myself. ഞാൻ എന്നെ മറക്കുമായിരുന്നു, എന്നെ മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല. ഐ വാസ് ജസ്റ്റ് റണ്ണിങ്. ആ വേൾഡിൽ ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. സോ അവിടെ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായത്, വെൻ അവർ സെൻസ് ഓഫ് വർത്ത്, അല്ലേ, വെൻ അവർ സെൻസ് ഓഫ് വർത്ത് ഇസ് ഡിസൈഡഡ് ബൈ അതേഴ്സ്, ആർ യു ഗ്രോയിങ്? നോ, യു ആർ നോട്ട് ഗ്രോയിങ്, യു ആർ ജസ്റ്റ് പെർഫോമിങ്. ഒരു അഭിനയിക്കുക എന്നൊക്കെ പറയില്ലേ, യു ആർ ജസ്റ്റ് ഫേക്കിംഗ് യുവർ സെൽഫ്. ആൻഡ് ഇൻ ദാറ്റ് കണ്ടീഷൻ, what will happen is that your peace also will become conditional. Why? Because അവര് ഓക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര സമാധാനം, എന്തെങ്കിലും റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സമാധാനം പോകും. സെയിം ആസ് സോഷ്യൽ മീഡിയ ഓൾസോ. സോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വേർത്ത് ഡിബേറ്റ് ചെയ്യുന്നത് സ്ട്രേഞ്ചേഴ്സ് ആണ്, ഹൂ ഹാവൻ ലിവ്ഡ് എ സിംഗിൾ ഡേ ഇൻ യുവർ ലൈഫ്, അല്ലേ? നമ്മളെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് നമുക്ക് മാർക്ക് ഇടാനിരിക്കുന്നത്. ആൻഡ് വി ആർ കോൺസ്റ്റന്റ്ലി മെഷേർഡ്. പേടി തോന്നില്ലേ? വി ആർ കോൺസ്റ്റന്റ്ലി മെഷേർഡ്. നമുക്കിങ്ങനെ മാർക്ക് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്നും അറിയാത്ത കുറെ പേര്. സോ ദിസ് വാലിഡേഷൻ ഓൾവേസ് ഫീഡ്സ് കമ്പാരിസൺ. എപ്പോഴും കമ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് ദിസ് കമ്പാരിസൺ ഫീഡ്സ് ഇൻസെക്യൂരിറ്റി. നമ്മുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റി എല്ലാം ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ദിസ് ഇൻസെക്യൂരിറ്റി മേക്സ് യു ടു റൺ, ടു ചേസ്. എപ്പോഴും കോൺസ്റ്റന്റ്ലി ചേസ് ചെയ്ത് ഒരു കാര്യം ചേസ് ചെയ്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ അടുത്ത കാര്യം വരും, അടുത്ത കാര്യം ചേസ് ചെയ്യും. അങ്ങനെ ജീവിതം കഴിഞ്ഞു മരിച്ചു പോകും. ഇത്രയല്ലേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. റിയാലിറ്റി ഇസ് ദാറ്റ്. സോ റിയൽ ഗ്രോത്ത് ഇസ് ഇന്നർ എക്സ്പാൻഷൻ. റൈറ്റ്? റിയൽ ഗ്രോത്ത് ഇസ് ഇന്നർ എക്സ്പാൻഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയം ഐ വാസ് സിറ്റിംഗ് ഒരു 10 to 15 minutes ആണ് ആദ്യമേ. ലൈക്ക് ഇൻ ദ എൻറ്റയർ ഡേ ഐ വാസ് സിറ്റിംഗ് മൈസെൽഫ് ലൈക്ക് ഇൻ സൈലൻസ്. യോഗ മെഡിറ്റേഷൻ ഒന്നും അല്ല കേട്ടോ, സിറ്റിംഗ് ഇൻ സൈലൻസ്. അവിടെ എനിക്ക് ഫാമിലി ഇല്ല, പേരൻസ് ഇല്ല, ആരുമില്ല. ഐ വാസ് സിറ്റിംഗ് മൈസെൽഫ്, മീ ആൻഡ് മൈ വേൾഡ്, അത്രേ ഉള്ളൂ. അപ്പം ദെൻ ഗ്രാജുവലി ഐ വാസ് ഗെറ്റിംഗ് ഓൾ ദ ക്ലാരിറ്റി. അപ്പോൾ ക്ലാരിറ്റി കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും ഫസ്റ്റ് യു നീഡ് ഇസ് ക്ലാരിറ്റി, വൈ യു ആർ ഡൂയിങ് ദാറ്റ്. സെക്കൻഡ്, വാട്ട് ഐ വാസ് ഗെറ്റിംഗ് ഇസ് ബാലൻസ് ബിറ്റ്വീൻ ഇന്നർ സെൽഫ് ആൻഡ് ഔട്ടർ വേൾഡ്. ഓക്കെ, that you can call anything like detachment or any terms you can use, but there should be a balance. വിഷമം വരത്തില്ലെന്നല്ല, സങ്കടങ്ങൾ വരത്തില്ലെന്നല്ല, ഹാപ്പിനെസ് വരത്തില്ലെന്നല്ല, but entirely the whole thing should be in balance. നമ്മൾ ഇത്തിരി നേരം വിഷമിച്ചാലും you should get back to yourself. Then the third one is compassion. നിങ്ങളെല്ലാവരും കമ്പാഷനോടാണോ പഠിക്കുന്നത്? അല്ല, വെറുതെ പഠിച്ചു പോവുകയാണ് അല്ലേ? ഓക്കെ, എഞ്ചിനീയറിംഗ് കാര്യം ഞാൻ എടുക്കുന്നില്ല. കമ്പാഷൻ ഇസ് ലൈക്ക് എനി ജോബ് യു ഡു. ഇപ്പോൾ ഒരു MBBS സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് പഠിച്ച് തീർക്കാം എന്നല്ല, പക്ഷേ why she is learning, she can cure many diseases, she can prevent many diseases. എത്ര പേരെ ഹെൽപ്പ് ചെയ്യാം, എത്ര പേര് സന്തോഷത്തോടെ പുള്ളിക്കാരിനെ ലൈക്ക് ഷീ ഓർ ഹി കണ്ടിട്ട് ഇറങ്ങിപ്പോവും. ആ മൊമെന്റ് ദാറ്റ് ഷുഡ് ബി ഇൻ യുവർ ഹെഡ്. എപ്പോഴും നമ്മൾ ബിഗ്ഗർ പിക്ചറിൽ കാര്യങ്ങൾ കാണാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കമ്പാഷൻ ഉണ്ടാവത്തുള്ളൂ ഇൻ വാട്ട് വി ഡു. ഇപ്പോൾ ഒരു ഷെഫ് ആവട്ടെ,
വെറുതെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. ആ ഫുഡ് ഒരു ആർട്ടാണ്. ആ ആർട്ട് മനസ്സിലാക്കി അത് കൊടുത്ത് ഒരാൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. സോ ഇൻ എവറിത്തിങ് വാട്ട് യു ഡു, ഫസ്റ്റ് യു ഹാവ് ടു തിങ്ക് വാട്ട് ഇമ്പാക്ട് യു ആർ ഗോയിങ് to do to this world and to others. That is very important. ആ ഇമ്പാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദ ക്ലാരിറ്റി. ആ ഇമ്പാക്റ്റ് ആൻഡ് ക്ലാരിറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി ഓൾവേസ് റിലാക്സ്ഡ്. എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സക്സസ് കിട്ടും എന്നല്ല ഞാൻ പറയണേ. പണ്ട് ഞാൻ ഓടി നടന്നപ്പോഴും സക്സസ് കിട്ടിയിട്ടില്ലായിരുന്നു, ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴും സക്സസ് ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഇങ്ങനെ ഇന്നർ ജേർണിയിൽ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഇതിനൊരു സുഖമുണ്ട്. മറ്റേത് എന്നും ടെൻഷനാണ്, ആവശ്യമില്ലാത്ത ടെൻഷൻ. ഓരോ ആൾക്കാർ അന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റിയുടെ മേളിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇപ്പം ഇൻസെക്യൂരിറ്റി ഇല്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ചെക്ക്ഡ് ഓർ നോട്ട്, 216K ഇപ്പോൾ 179K ആയി. ഐ എം നോട്ട് ബോതേർഡ്, സീരിയസ്ലി. ഐ എം നോട്ട് ചെക്കിങ്, ലൈക്ക് എപ്പോഴും മെസ്സേജസ് നോക്കാറില്ല, തോന്നുമ്പം കുറച്ച് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഐ എം നോട്ട് ബോതേർഡ്. എനിക്ക് 179K ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഐ ഗോട്ട് ലൈക്ക് ചില പിക്ചേഴ്സിന് ആവറേജ് ഇസ് ലൈക്ക് 2000 ലൈക്സ്, 3000 ലൈക്സ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ദാറ്റ്സ് ദ റിയാലിറ്റി. ബിക്കോസ് നിങ്ങൾ ഓരോരുത്തരുടെയും ഫീഡ് ചെക്ക് ചെയ്യുന്ന പോലെ എവ്രി വൺ ഇസ് ലൈക്ക് ചെക്കിങ് യുവർ ഫീഡ് ടു, അത്രേ ഉള്ളൂ. സോ വാട്ട് ഇസ് ദാറ്റ്, സെൽഫ് ലോസ് ചെയ്തിട്ട് സക്സസ് വേണോ അതോ സെൽഫ് ഗ്രോ ചെയ്തിട്ട് സക്സസ് വേണോ? ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഇൻ യുവർ ഹാൻഡ്. അൾട്ടിമേറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ്, ബാക്കി എല്ലാം ടെമ്പററി ആണ്. എവറിത്തിങ് വിൽ ഫേഡ് ഓഫ്. എൻറ്റയർ തിങ് ഇസ് ലൈക്ക് മൊമെൻ്ററി, ബട്ട് വാട്ട് യു വർക്ക് ഓൺ യുവർ സെൽഫ് വിൽ സ്റ്റേ വിത്ത് യു till your last breath. Whatever you do to yourself, like whatever work, whether it's yoga or meditation or what, basically you have to understand yourself. That will stay with you. So if you are doing that inner work and then you are proving your success, then that journey will be different. Otherwise, every time whatever you attain, there will be always a regret in you. എപ്പോഴും ആൾക്കാരൊക്കെ പ്രൈസ് ചെയ്യും, ക്ലാപ്പ് അടിക്കും, എല്ലാം ഓക്കെ. പക്ഷേ ഒരു റിഗ്രറ്റിലും ഒരു വാലിഡേഷനിലും ആയിരിക്കും നിങ്ങളുടെ ജേർണി ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. സോ if you ask me like tomorrow all the praises, all the applauses, everything disappear, what I want to say is that I am proud about myself and I will be proud about myself. What about you? What about you all? It's time to think about it. Thank you so much.